സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്ക് കുരുക്കായി അറസ്റ്റായി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി. ഉരുക്കിയ സ്വർണം ഉദ്യോഗസ്ഥർക്ക് വീതിച്ചു നൽകിയെന്ന പ്രത്യേകാന്വേഷണ സംഘത്തോട് പോറ്റി പറഞ്ഞിരിക്കുന്നു. സ്മാർട്ട് ക്രിയേഷൻസിൽ വൻ ഗൂഢാലോചന നടന്നതായും SIT കണ്ടെത്തിയിട്ടുണ്ട്. 2 കേസുകളിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയ SIT പോറ്റിയെ റാന്നി കോടതിയിൽ ഹാജരാക്കി. അതേസമയം പോറ്റി ഇന്ന് ജാമ്യാപേക്ഷ സമർപ്പിക്കില്ല. ശാസ്തമംഗലം അജിത് അസോസിയേറ്റ്സ് ആണ് പോറ്റിക്ക് വേണ്ടി വാദിക്കുക. വിവരങ്ങളുമായി TV പ്രസാദ്, ഹരിമോഹൻ, റോഷിപാൽ എന്നിവരാണ്. ആദ്യം റോഷിപാലിലേക്കാണ്. റോഷിപാൽ, ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നു പോറ്റിയെ. ജാമ്യാപേക്ഷ നൽകില്ല എന്നുള്ള വിവരം അറിയുകയാണ്. എന്താണ് ഇന്നിപ്പോൾ കോടതി നടപടിയിൽ ഉണ്ടാകാൻ പോകുന്നത്? കസ്റ്റഡിയിൽ ആവശ്യപ്പെടുകയല്ലേ പോലീസ്, SIT? സ്മൃതി, അങ്ങനെയാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഇന്ന് അല്പസമയം മുമ്പാണ് റാന്നി കോടതിയിലേക്ക് എത്തിച്ചേർന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അന്വേഷണ സംഘം. നിലവിൽ പ്രോസിക്യൂട്ടർ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ വേണമെന്ന പോലീസിന്റെ അപേക്ഷ കോടതിയിൽ സമർപ്പിച്ചുവെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കോടതി നടപടികൾ ആരംഭിച്ചു. ആദ്യ കേസ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടേതല്ല, ശബരിമലയിലെ സ്വർണ്ണമോഷണ കേസല്ല, ഒരുപക്ഷെ അടുത്ത കേസായി പരിഗണിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മജിസ്ട്രേറ്റ് അരുൺകുമാറാണ് കേസ് പരിഗണിക്കുന്നത്. അന്വേഷണ സംഘത്തിന് കസ്റ്റഡി ലഭിക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്തേക്ക് തന്നെ തിരിച്ചു കൊണ്ടുപോകുമോ എന്നതിലാണ് വ്യക്തത വരേണ്ടത്. തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. അതിനൊപ്പം തന്നെ ശബരിമല സന്നിധാനത്ത് നഷ്ടമായ സ്വർണം കണ്ടെത്തേണ്ടതുണ്ട്. അതാണ് അന്വേഷണ സംഘത്തിൻ്റെ ഏറ്റവും പ്രധാനം. മാത്രവുമല്ല, ഈ കേസിലെ മറ്റു പ്രതികളെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുകയും അവരുടെ കൂടി അറസ്റ്റ് രേഖപ്പെടുത്തുകയും വേണം. ഒരുപക്ഷെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനുള്ള നീക്കം ഉൾപ്പെടെ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം അത്രയും വലിയ രീതിയിലുള്ള മോഷണം സന്നിധാനത്ത് നടന്നു എന്ന് ദേവസ്വം വിജിലൻസിൻ്റെ അന്വേഷണത്തിൽ തന്നെ കണ്ടെത്തിയതാണ്. ആ അന്വേഷണ റിപ്പോർട്ടിൻ്റെ തുടർച്ചയായി തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘം SP ശശിധരൻ്റെ നേതൃത്വത്തിൽ അന്വേഷണം തുടങ്ങിയത്. ഇന്നലെ രാവിലെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വീട്ടിൽ നിന്നും കസ്റ്റഡിയിലെടുത്തത്. ദീർഘനേരം ചോദ്യം ചെയ്യൽ പൂർത്തിയായി. ഇന്ന് പുലർച്ചെയാണ് വൈദ്യപരിശോധന ഉൾപ്പെടെ പൂർത്തിയാക്കി തിരുവനന്തപുരത്ത് നിന്നും റാന്നിയിലെ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് എത്തിച്ചത്. ഏതായാലും കോടതി നടപടി ആരംഭിച്ചു കഴിഞ്ഞു. അല്പസമയത്തിനകം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കേസ് കോടതി പരിഗണിക്കും. ശബരിമല ഈ സ്വർണ്ണ മോഷണ കേസ് ഏതാനും സമയങ്ങൾക്കകം പരിഗണിക്കും. കോടതിയുടെ തീരുമാനം നിർണായകമാണ്. ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്കാണോ കോടതി വിടുന്നത്, അല്ലെങ്കിൽ പോലീസിന് കസ്റ്റഡിയിലേക്ക് കൂടുതൽ ചോദ്യം ചെയ്യാൻ അന്വേഷണത്തിന് വേണ്ടി കസ്റ്റഡിയിലേക്ക് നൽകുമോ എന്ന കാര്യമാണ് അറിയേണ്ടത്. നമുക്ക് അല്പസമയത്തിനകം തന്നെ ഇക്കാര്യത്തിൽ ഒരു കോടതിയുടെ തീർപ്പ് അറിയാൻ കഴിയും. അതിനുശേഷം നിർണായക നീക്കങ്ങൾ പോലീസ് അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും. SP ശശിധരൻ ഉൾപ്പെടെയുള്ള അന്വേഷണ സംഘത്തിലെ പ്രധാനികൾ ഇന്ന് റാന്നിയിലെ കോടതിയിലും എത്തിച്ചേർന്നിട്ടുണ്ട്. ഇന്ന് അതീവ സുരക്ഷയും കോടതിയിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഏതെങ്കിലും തരത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെയുള്ള പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യത കൂടെ കണക്കിലെടുത്തുകൊണ്ടാണ് വലിയ രീതിയിൽ പോലീസ് കോടതിക്ക് സുരക്ഷ ഏർപ്പെടുത്തിയത്. ഇനി കസ്റ്റഡിയിൽ ലഭിച്ചു കഴിഞ്ഞാൽ രീതികൾ എങ്ങനെയായിരുന്നു? നേരത്തെ ഇതിനു മുമ്പ് കേസിന്റെ തുടക്കത്തിൽ പോറ്റി മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരുന്നല്ലോ. എങ്ങനെയായിരുന്നു മാധ്യമങ്ങൾ മുന്നിലേക്ക് എത്തുമ്പോൾ പോറ്റിയെ കാണുമ്പോൾ? സ്മൃതി, കോടതിക്ക് മുന്നിലെത്തിയ ഉടൻ തന്നെ മാധ്യമപ്രവർത്തകർ ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് പ്രതികരണം തേടിയിട്ടുണ്ട്. നിശബ്ദനായി തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പോയത്. ആത്മവിശ്വാസം പൂർണ്ണമായി നഷ്ടപ്പെട്ട ആദ്യ ഘട്ടത്തിൽ ഈ വാർത്ത പുറത്തു വന്നപ്പോൾ വലിയ ആത്മവിശ്വാസമാണ്. മാധ്യമപ്രവർത്തകർക്കെതിരെ തട്ടിക്കയറിയ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് കണ്ടത്. ആത്മവിശ്വാസത്തോടെ താൻ തെറ്റുകാരനല്ലെന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ വിളിച്ചു പറഞ്ഞ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോൾ പോലീസ് പിടിയിലായതോടെ പൂർണ്ണമായും ആത്മവിശ്വാസം നഷ്ടമായ നിലയിലാണ്. കാരണം തെളിവുകൾ ഒന്നൊന്നായി പുറത്തു വന്നു കഴിഞ്ഞു. ഈ ദ്വാരപാലക വിഗ്രഹത്തിലെ സ്വർണ്ണപ്പാളികളും ഒപ്പം കട്ടിളയിലെ സ്വർണ്ണപ്പാളികൾ അടക്കം മോഷ്ടിച്ചു. അതിൽ പ്രധാനി, അതിൻ്റെ നേതൃത്വം നൽകിയത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണെന്ന നിഗമനത്തിലേക്ക് ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണം എത്തി. അതിനുശേഷം പ്രത്യേക പോലീസ് സംഘം നടത്തിയ അന്വേഷണത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയാണല്ലോ പ്രധാനം. ആരെയൊക്കെ പോറ്റി കുടുക്കും എന്നതാണ് അറിയേണ്ടത്. ആ മൊഴിയുടെ പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ നമുക്ക് ലഭ്യമായിരിക്കുകയാണ്. ആ പോയിന്റ്സ് അതിനും പറഞ്ഞ ശേഷം മൊഴിയുടെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാം.